വളരെ പെട്ടെന്ന് സ്റ്റേജ് പ്രിപ്പയർ ആകുന്ന സമയത്ത് ഒരു മിനിറ്റിൽ താങ്ക്സ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചിട്ടുള്ള വളരെ വളരെ ഗംഭീരമായ ഒരു പ്രോഗ്രാം. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നത് ഇവിടെ വന്നപ്പോൾ. ഞാൻ ഓർക്കും ചെറിയൊരു പ്രോഗ്രാം ആയിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളും എല്ലാവരും ഒരുമിച്ച് വളരെ ഗംഭീരമായ ഒരു പ്രോഗ്രാമാണ് ഇന്നിവിടെ കാഴ്ചവെച്ചിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ സൺഡേ സ്കൂൾ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി അവർ ലീസ്റ്റ് ആൻഡ് ലാസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. എല്ലാം കഴിഞ്ഞിട്ട് സമയമുണ്ടെങ്കിൽ സൺഡേ സ്കൂൾ നടത്തുന്ന ഒരു പതിവാണ് നമ്മുടെ എല്ലാ ഇടവുകളിലും കാണാറുള്ളത്. എന്നാൽ അതിനൊക്കെ വിപരീതമായിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞാൻ ഈ സൺഡേ സ്കൂളിൽ പ്രവർത്തിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും നമ്മുടെ മാതാപിതാക്കളും വളരെ എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു വലിയ സൺഡേ സ്കൂൾ ആയിട്ട് പണിതുവാനായിട്ട് നമ്മൾ അക്ഷരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഏവർക്കും തന്നെ ഒരു പുതിയ ന്യൂ ഇയർ സൺഡേ സ്കൂളിന്റെ എല്ലാവിധമായ ആശംസകളും അതിൽ തന്നെ അർപ്പിക്കുകയാണ്. ഇന്നത്തെ പ്രോഗ്രാമിന് ഒത്തിരി പേരെ കഷ്ടപ്പെട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്നാലും വളരെ ചുരുങ്ങിയ വാക്കുകൾ അവരുടെയൊക്കെ പേരെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന എന്തോ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്നാണ്. അപ്പം ഞാൻ മാത്രമല്ല പറയും, നമ്മളെല്ലാവരും കുടുംബമായിട്ട് സേവിക്കും. അതാണ് സന്ദർശനത്തെ നമ്മുടെ കുടുംബമായിട്ട് ഒരുമിച്ച് ദൈവത്തിന്റെ സന്ധിയിലേക്ക് വന്നില്ലെങ്കിലും ഒരു തലമുറ ഒരു ജനറേഷൻ ഗ്യാപ്പ് അവിടെ ഉണ്ടായെങ്കിൽ സഭയ്ക്ക് ടുമോറോ എന്ന് പറയും. സഭയ്ക്ക് ഒരു ടുമോറോ ഇല്ല. അത് പ്രശസ്തരായ ചിന്തകൻ ഡേവിഡ് പറയുന്നുണ്ട്, ക്യാപ്ചറിംഗ് കിഡ്സ് അറ്റൻഷൻ ലൈക്ക് ഡിസ്നി എന്നാണ് പറയുന്നത്. ക്യാപ്ചറിംഗ് കിഡ്സ് അറ്റൻഷൻ ലൈക്ക് ഡിസ്നി. അതെന്താണ്? ബൈബിളിലെ പിള്ളേർക്ക് ആവശ്യമാവുന്നില്ല. പള്ളി അവർക്ക് വേണ്ട, സഭ വേണ്ട, സന്ദർശകർ വേണ്ട, കുടുംബം വേണ്ട. അപ്പൊ എങ്ങനെയാണ് അവരെ ഡിസ്നി ഒരു കാർട്ടൂൺ കാണുന്ന പോലെ പള്ളിയിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്? നമ്മുടെ ക്രിസ്മസ് പ്രോഗ്രാമുകള്, സൺഡേ സ്കൂളുകള്, ഇവിടെ എല്ലാം ഒരു ഉത്സവമാക്കി നമ്മുടെ കുഞ്ഞുങ്ങളെ സഭയിലേക്ക് പള്ളിയിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യമാണ്. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ എനർജി കണ്ടോ? എത്രമാത്രം എനർജിയോടെ അവർ പള്ളിയിലേക്ക് വരാൻ തയ്യാറാവുന്നത്? എന്തുകൊണ്ടാണ്? അവരെ പള്ളിയിലേക്ക് ആകർഷിക്കുന്നതും അവരുടെ ഫ്രണ്ട്ഷിപ്പ്, ദൈവത്തോടുള്ള ബന്ധം, സഭയോടുള്ള ബന്ധം, ഇതെല്ലാം അവരെ ആകർഷിക്കുന്നത് ഇവിടെ ഈ ദേവാലയത്തിൽ അവർ എത്രമാത്രം സമയം ചെലവിട്ടുന്നതിനെ ആകർഷിച്ചാണ്. അവരുടെ തുടർന്നുള്ള അവരുടെ ജനറേഷൻ, അവരുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തതാണ്. അതുകൊണ്ട് എല്ലാ മാതാപിതാക്കളുടെ എനിക്കുള്ള ഒരേ ഒരു അപേക്ഷ എന്ന് പറയുന്നത്, നമ്മുടെ സൺഡേ സ്കൂള് ഏറ്റവും മെച്ചമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. നമ്മുടെ ടീച്ചർമാരുടെ അല്ല, പേരൻസിന്റെ സപ്പോർട്ടാണ്. തുടർന്നുള്ള ഒരു വർഷം എല്ലാ മാതാപിതാക്കളും ദയവായിട്ട് സൺഡേ സ്കൂളിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ മാത്രമല്ല വിശുദ്ധ കുർബാനയിൽ രാവിലെ തന്നെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് അവർക്ക് കുർബാന നൽകി പ്രാർത്ഥനയും പാട്ടും വീട്ടിൽ ചൊല്ലി പഠിപ്പിച്ച് എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട്. പലപ്പോഴും സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു പാട്ടോ പ്രാർത്ഥനയോ അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാല് കഴിഞ്ഞ സെറാഫിന്റെ ഒരു വാക്ക് പറഞ്ഞിരുന്നു, പിള്ളേരെ ചൊല്ലി പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. പാടിയോ പഠിപ്പിക്കുകയല്ല, രാത്രിയിൽ കാണാൻ പഠിപ്പിക്കുകയല്ല, പരീക്ഷയ്ക്ക് വേണ്ടിയല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയും പാട്ടും ചൊല്ലി പഠിപ്പിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ എത്ര കുടുംബങ്ങൾ ചൊല്ലി പഠിപ്പിക്കുവാനായിട്ട് തയ്യാറാവുന്നതെന്നുള്ള ഒരു ആലോചിച്ചിരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഒരു വാർത്ത പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ വാർത്ത അവസാനിപ്പിച്ചുകൊള്ളാം. ആദ്യമായിട്ട് നമ്മുടെ അച്ഛൻ എല്ലാ പ്രോഗ്രാമുകളും മുന്നിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നു. അച്ഛനോട് രണ്ടാമതുമായി നന്ദി സ്നേഹവും അറിയിക്കുന്നു. അദ്ദേഹത്തോട് എല്ലാവരുമായി നന്ദി സ്നേഹവും അറിയിക്കുന്നു. എല്ലാ പ്രോഗ്രാമിലും വളരെ കഠിനമായി നമ്മൾ മുന്നോട്ട് നിന്നുകൊണ്ട് നമ്മളെ നയിക്കുന്നു. ഇടവകയുടെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി എല്ലാവരോടും നന്ദി ഒരു വാക്കിൽ അർപ്പിക്കുന്നു. നമ്മുടെ എല്ലാ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, കഴിഞ്ഞ വർഷം പഠിപ്പിച്ച ടീച്ചർമാരുണ്ട്, ഈ വർഷം പുതുതായിട്ട് വന്നവരുണ്ട്, കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്. എല്ലാവരോടും നന്ദി ഒരു വാക്കിൽ പെട്ടെന്ന് അറിയിക്കുന്നു. സൺഡേ സ്കൂളിന്റെ സെക്രട്ടറിയും ട്രസ്റ്റിയുമായിട്ട് സന്ദർശിക്കുന്ന പ്രിയപ്പെട്ട ജിഷയും സിറ്റോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ മാതാപിതാക്കളോട്, കുഞ്ഞുങ്ങളോട് ഒരു വളരെ നല്ല കൈയടി കൊടുത്ത കുഞ്ഞുങ്ങൾക്ക് വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഇനി വേണ്ട പ്രോഗ്രാം അടുത്ത ആഴ്ച സൺഡേ സ്കൂളാണ്. അടുത്ത ആഴ്ച സൺഡേ സ്കൂളിന് എല്ലാവരും കൃത്യമായിട്ട് രാവിലെ പള്ളിയിൽ വരണം, സൺഡേ സ്കൂളിൽ വരണം. അവരെല്ലാം ആക്റ്റീവായിട്ട് വരണം കേട്ടോ. ഇനി മുടക്കുമോ? ഇനി പറയണം, നമ്മുടെ പേരൻസിനോട് പറയണം, എനിക്ക് രാവിലെ പള്ളിയിൽ സൺഡേ കുർബാനയ്ക്ക് തന്നെ പോകണം, എനിക്ക് കുർബാന കൊള്ളണമെന്ന് തന്നെ പറഞ്ഞ് രാവിലെ തന്നെ പറയണം. പ്രാർത്ഥനയും പാട്ടും പള്ളിയിൽ വന്ന് പാടി പഠിക്കുന്നതെന്ന് ദയവായിട്ട് നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായിട്ട് കൊയർന്ന് പാടി, നല്ല കൊയറായിരുന്നു. നമ്മുടെ വലിയ ആൾക്കാരെ നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ കുഞ്ഞുങ്ങൾ വേണം, ഇനി ആര് വേണം? കുഞ്ഞുങ്ങൾ മതിയല്ലേ? വളരെ മനോഹരമായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരിക്കലും
വെൻട്രാട്ട് ആരുടെയും പേര് പ്രത്യേകം പറയുന്നില്ല. അവരുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. നമ്മുടെ റാലിക്ക് വേണ്ടി ബലൂൺ സെറ്റ് ചെയ്ത് തന്നു, കുഞ്ഞുങ്ങളെ ഒരുക്കി റാലിക്ക് മുദ്രാവാക്യം വിളിച്ച ജിൻഡു ആണ്. ബാക്കി ഒത്തിരി പേരുണ്ട്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. അവരുടെ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ്, ബലൂണ്, ഗിഫ്റ്റ് ഒക്കെ സ്പോൺസർ ചെയ്ത് നമ്മുടെ മെയിൻ സ്പോൺസർ ആരാണ്? സെന്റ് മേരീസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ആരെയാണ്? അവരോട് നന്ദിയും സ്നേഹവും എന്റെ ഇടയ വാക്കുകൾ അർപ്പിക്കുകയാണ്. ആരെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. എല്ലാവരും ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവർഷം താമസിച്ചു പോയി എന്നാലും അർപ്പിക്കുന്നു. എല്ലാവരും പള്ളി വരുമോ? അടുത്ത ആഴ്ച സൺഡേ സ്കൂളിൽ വരുമോ? ഒരുപാട് വരുമോ? ഓക്കെ, അപ്പൊ താങ്ക് യു സോ മച്ച്.